അയന രാജാ സാറിൻ്റെ റൗണ്ടിൽ ആകെ ഒരു മലയാളം പാട്ട് പാടിയത് അയന മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും തമിഴാണ് പാടിയത്. ശരിക്കും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു നല്ല പാട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിന്. ഇതിനകത്ത് നിന്ന് പാടിയതിനകത്ത് ആ കൂടെ സോങ് വളരെ നന്നായിട്ട് പാടി. വൃന്ദാവൻ ശ്രുതി ഒരുപാട് സ്ഥലത്തിങ്ങനെ ചേരാണ്ട് പൊയ്ക്കൊണ്ടിരുന്നു. വൃന്ദാവനം അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. നവവസന്തമി അത് ആദ്യത്തെ പ്രാവശ്യത്തെ പല്ലവിയിലാണ്. അത് നവവസന്തം എത്തിയില്ല. വരുമോ വരുമോ ആ നോട്ട്. പിന്നെ ചരണത്തിനകത്ത് മന്ത്രങ്ങൾ മലർശരം എന്ന് വരുന്ന എവിടെയാ മുകളിൽ പോകുന്ന അതവിടെ അവർ എത്തിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അപ്പം പാടുമ്പോൾ അത് ചേർന്നിരുന്നില്ല. പിന്നെ ചരണത്തിൻ്റെ എൻഡ് വരുമ്പോൾ മണിവർണ്ണൻ നിന്ന് വരുമ്പോൾ അവിടെ എന്തോ ആയിപ്പോൾ എന്തായിരുന്നു അവിടെ പറ്റിയത്? ആ എൻഡിൽ 2 ചരണത്തിലും അത് ഈ കാറ് വർണ്ണൻ നിന്ന് വരുമ്പോൾ 2 സ്ഥലത്തും ഒരേ പ്രോബ്ലമാണ് വന്നത്. ഒരു ഡെഫിനിറ്റ് അല്ലാതെ ഒരു കൺഫ്യൂഷനിൽ നിർത്തിയ പോലെ. അവിടെ നിന്ന് പാടാമോ ലൈൻ? എന്താണ് അവിടെ കൺഫ്യൂഷൻ നോക്കാൻ? വരുമോ വരുമോ അതും നേരത്തെ ഒന്നും ക്ലീൻ ആയിട്ട് വീണിരുന്നില്ല കേട്ടോ. അവിടെയൊക്കെ ഒന്ന് സ്ലിപ്പ് ചെയ്ത് പോയതുപോലെ. പിന്നെ ഈ പോർഷൻ വരുന്ന സ്ഥലത്ത് വോയിസിന് ക്ലാരിറ്റിയും കുറവായിരുന്നു കേട്ടോ. പിന്നെ ഹമ്മിങ്ങിൻ്റെ 2ാമത്തെ ഫ്രേസ് ശ്രുതിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഏതു വരുമോ ആ സംഗതിക്കും ക്ലാരിറ്റി ഒന്നുകൂടെ വരണം ഇനിയും. അത് എല്ലാ സ്ഥലത്തും അത് വന്നു, പക്ഷെ ഡെഫിനിറ്റ് ആയിരുന്നില്ല. ജന്മമുണരുമോ അവിടെയൊക്കെ ഇങ്ങനെ കുറേ സ്ഥലത്ത് ശ്രുതിയാണെന്ന് എനിക്ക് ഒരുപാട് സ്ഥലത്ത് പ്രോബ്ലം വന്നിരുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഡെഫിനറ്റായിട്ട് പാടുന്നത് കുറച്ച് ഡെഫിനറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് തോന്നിയത്. സംഗതികളൊക്കെ വന്നുവെങ്കിലും ക്ലാരിറ്റി കുറവായിരുന്നു. അതൊക്കെ ഇനി സൂക്ഷിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മോളെ അയന, ശ്രുതിയുടെ പ്രോബ്ലം തന്നെയാണ് ഉള്ളത്, ചിത്രാജി പറഞ്ഞതുപോലെ തന്നെ. ഫസ്റ്റ് ലൈന് തന്നെ കണ്ണനുണ്ടാകുമ്പോൾ വനികയിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പഞ്ചമത്തിൽ നിൽക്കുന്നുണ്ട് അവിടെ. അതൊക്കെ കറക്റ്റ് പോയിന്റിൽ നിൽക്കണം. ഒക്കെ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ടത്, ശ്രുതി നിങ്ങൾ ഈ ഒരു ബേസിക് പിച്ചിൽ തന്നെ ശ്രദ്ധിച്ച് നിൽക്കണം, എങ്കിലേ അത് പാട്ടിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇനി അടുത്ത തവണ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ കാര്യം എല്ലാം ഫ്ലാറ്റായിട്ടാണ് മോൾഡ് പാടിയ പോർഷൻസ് അധികം ഉണ്ടായിരുന്നുള്ളത്. നല്ല പഞ്ചുണ്ട്, കേൾക്കാനും നല്ല ബ്യൂട്ടി ഉണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല നല്ല വോയിസാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് പാടി എടുക്കണം, ശ്രുതിയിൽ ആക്കി കൊണ്ടുവന്ന് അത് നിങ്ങൾ എഫേർട്ട് എടുക്കണം. പാടുന്നവർ യു ഗോട്ട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള വോയിസ് കിട്ടിയിട്ടുണ്ട്. അത് മുകളിൽ നിന്ന് ഭഗവാൻ തരുന്നതാണത്. അപ്പം അത് കിട്ടിയത് രീതിക്ക് ഉണ്ടല്ലോ അത്. അപ്പോൾ അത് നമ്മളതിനെ നന്നാക്കി നമ്മൾ അതിനെ കൊണ്ടുപോകാൻ നടക്കണം. അതാണ് വേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അടുത്ത തവണ പാടുമ്പോൾ ഈ ബേസിക് പിച്ച് മിക്കവാറും എല്ലാവരും പാടിയതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബേസിക് പിച്ചിൻ്റെ പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കണില്ല. അത് ശ്രുതി നല്ലതുപോലെ ചേർത്ത് പാടാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹായ് അയന, നമ്മൾ ഏത് പാട്ട് പാടുമ്പോഴും അതിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു എനർജി ഉണ്ട്. ഈ എവറി സോങ്സ് ഗോട്ട് ഇറ്റ്സ് ഓൺ എനർജി അല്ലേ? ഇതിൻ്റെ അകത്ത് ആ ഒരു എനർജി ഞാൻ കണ്ടു. ഇറ്റ് ഇസ് ക്വൈറ്റ് നൈസ്. നന്നായിട്ട് ഡെലിവർ ചെയ്തു പാട്ട്. അതിൻ്റെതായ കുറച്ച് ഫ്യൂ ഡ്രോബാക്സ് ടു. സാധാരണ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് മോളെ. ആൻഡ് ഐ ലൈക്ക് എനിക്ക് ചരണമാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. എനിക്ക് തുടക്കത്തിനേക്കാളും ബട്ട് ദർ സംതിങ് ദാറ്റ്സ് കോൾഡ് ദി ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് യു ഡൺ എ ഗുഡ് ജോബ്, ബട്ട് ഐ തിങ്ക് യു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ. ഓൺ ദ ഹോൾ യു ഹാവ് എ നൈസ് പവർഫുൾ വോയിസ്. ചേട്ടൻ പറഞ്ഞ പോലെ, ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം. എനിവേ, ഓൺ ദ ഹോൾ ഐ വിഷ് യു ഗുഡ് ലക്ക് and always have a nice pleasant smile when you are on stage, okay? Which you already have, so good luck. Ayana, how do you feel പാടി കഴിഞ്ഞിട്ട്? നന്നായി, കുഴപ്പമില്ലാണ്ട് പഠിക്കുന്നു. ഇന്നെന്തോ ഒരു ഡൗൺ ആയിരിക്കണം അയന. ഇല്ല ഇല്ല, ഒരു പാടി കഴിഞ്ഞപ്പോൾ എനർജി ലെവൽ മൊത്തം പോയ മാതിരി. ഇഷ്യൂ ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇല്ല. ഓക്കെ, ഗുഡ് ജോബ്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് യു സ്കോർഡ് ഫോർ ദിസ്. ചേച്ചി, ഔട്ട് ഓഫ് 40? 32.
32 out of 40. Georgetta, 20. 20 out of 30. Ramesh sir, 21 marks. 21 out of 30. അയനയ്ക്ക് ഇളയരാജ ഹിറ്റ്സ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 73 മാർക്സ്.